വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും കുട്ടികൾ മുങ്ങിമരിക്കുന്ന സംഭവങ്ങൾ തുടർക്കഥയായ സാഹചര്യത്തിലാണ് 8 വയസ്സുകാരി റെന ഫാത്തിമ സ്കൂളുകളിൽ നീന്തൽ പരിശീലനം നിർബന്ധമാക്കണമെന്ന ആവശ്യവുമായി മുഖ്യമന്ത്രി വി.ഡി. സതീശനെയും വിദ്യാഭ്യാസ മന്ത്രി എൻ. ഷംസുദ്ദീനെയും നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. മരണങ്ങളില്ലാതാക്കാൻ എല്ലാ സ്കൂളിലും നീന്തൽക്കുളം വേണമെന്ന് മുഖ്യമന്ത്രിയോട് പറഞ്ഞു. മുഖ്യമന്ത്രി പറഞ്ഞു ഓക്കെ നമുക്ക് നോക്കാം പറഞ്ഞു. തിരുവമ്പാടി നിയോജക മണ്ഡലം എം.എൽ.എ. സി.കെ. കാസിമിന്റെ നേതൃത്വത്തിലാണ് റെനയും കുടുംബവും മുഖ്യമന്ത്രിയെയും വിദ്യാഭ്യാസ മന്ത്രിയെയും സന്ദർശിച്ചത്. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ വലിയ സാമൂഹിക പ്രതിബദ്ധതയോടെ ഇത്തരമൊരു ദൌത്യത്തിന് മുന്നിട്ടിറങ്ങിയ റെനയുടെ ശ്രമത്തെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഒരുപോലെ പ്രശംസിച്ചു. റെനയുടേത് വളരെ മികച്ചൊരു ചുവടുവെപ്പാണെന്നും ഈ ആവശ്യത്തെ ഏറെ ഗൗരവത്തോടെ കണ്ട് അനുകൂലമായ നടപടികൾ സ്വീകരിക്കാമെന്ന ഉറപ്പും ഇരുവരും നൽകി. തന്റെ 3-ാം വയസ്സിൽ തോട്ടുമുക്കം ചെറുപുഴയിലൂടെ നിഷ്പ്രയാസം നീന്തിക്കയറിയ റെനയുടെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ അന്ന് വലിയ രീതിയിൽ വൈറലായിരുന്നു. റെനയുടെ അസാധ്യമായ നീന്തൽ വൈഭവം കണ്ട് മുൻപ് രാഹുൽ ഗാന്ധി എം.പിയും നേരിട്ടെത്തി ഈ കൊച്ചുമിടുക്കിയെ പ്രശംസിച്ചിട്ടുണ്ട്. ഈ അപൂർവ നേട്ടം മുൻനിർത്തി മുക്കം നഗരസഭ തങ്ങളുടെ നീന്തിവാ മക്കളെ എന്ന ജനകീയ പ്രൊജക്ടിന്റെ ബ്രാൻഡ് അംബാസിഡറായി റെനയെ നിശ്ചയിച്ചിരുന്നു. നിവേദനം നൽകുന്നതിനൊപ്പം തന്നെ തന്റെ സ്കൂളിൽ നീന്തലറിയാത്ത സഹപാഠികൾക്ക് സ്വന്തം നിലയിൽ പരിശീലനം നൽകാനുള്ള ഒരുക്കങ്ങളും റെന നടത്തുന്നുണ്ട്. മാധ്യമപ്രവർത്തകൻ റഫീഖ് തോട്ടുമുക്കത്തിന്റെയും റിഫാന റഫീഖിന്റെയും മൂത്ത മകളായ റെനയെ തേടി ഇതിനോടകം തന്നെ നിരവധി പുരസ്കാരങ്ങളും എത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.